ഹായ് ഫ്രണ്ട്സ്, എക്സ്ട്രീം വേവ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുപോലുള്ള വീഡിയോ ബാക്ക്ഗ്രൗണ്ട് ആണോ നിങ്ങളുടെ പ്രശ്നം? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. റെക്കോർഡിംഗ് സമയത്തുള്ള വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് മാറ്റി നമുക്ക് മറ്റൊരു വീഡിയോയോ ഫോട്ടോയോ ബാക്ക്ഗ്രൗണ്ടായി റീപ്ലേസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. വീഡിയോ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാനായി വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇതിനായി ഒരു ഗ്രീൻ സ്ക്രീൻ ആവശ്യമാണ്. ഗ്രീൻ സ്ക്രീൻ ഇല്ല എങ്കിൽ ഒരു നീറ്റായിട്ടുള്ള സിംഗിൾ കളർ ചുവരായാലും മതി. ഗ്രീൻ സ്ക്രീൻ വെച്ച് വീഡിയോ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ബാക്ക്ഗ്രൗണ്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന സെയിം ഗ്രീൻ കളർ നമ്മുടെ ഡ്രസ്സിലോ ഓർണമെന്റ്സിലോ വീഡിയോയിൽ വരുന്ന മറ്റു വസ്തുക്കളിലോ ഉണ്ടാകാൻ പാടില്ല. ഗ്രീൻ സ്ക്രീൻ അല്ലാതെ സിംഗിൾ കളർ ചുവരാണ് ബാക്ക്ഗ്രൗണ്ടായി ഉപയോഗിക്കുന്നതെങ്കിൽ ആ ചുവരിന്റെ കളർ നിങ്ങളുടെ ഡ്രസ്സിലോ വീഡിയോയിൽ വരുന്ന മറ്റു വസ്തുക്കളിലോ ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള ഒരു പ്രോബ്ലം നമുക്കുണ്ടാവും. ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയി സെയിം ലൈറ്റിംഗ് ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈറ്റിംഗ് സെയിം അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുമ്പോൾ ഇതുപോലുള്ള ഒരു പ്രോബ്ലം ഉണ്ടാകും. ബാക്ക്ഗ്രൗണ്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്ക്രീൻ മടക്കുകളില്ലാതെ കറക്റ്റായി അയൺ ചെയ്ത പോലെ ആയിരിക്കണം. ഇനി സിംഗിൾ കളർ ചുവരാണ് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടായി ഉപയോഗിക്കുന്നതെങ്കിൽ ആ ചുവരിൽ സിംഗിൾ കളർ പെയിന്റ് ഒരുപോലെ നീറ്റായിട്ടുള്ളതായിരിക്കണം. അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലുള്ള ഒരു പ്രോബ്ലം ഉണ്ടാകും. ബാക്ക്ഗ്രൗണ്ട് സ്ക്രീനിൽ നിന്നും റിഫ്ലക്ഷൻ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ റിഫ്ലക്ഷൻ വന്നു കഴിഞ്ഞാൽ എഡ്ജസിൽ നിന്നും പൂർണ്ണമായും ഗ്രീൻ കളർ റിമൂവ് ചെയ്യാൻ സാധിക്കാതെ ഇതുപോലുള്ള ഒരു പ്രോബ്ലം ആയിരിക്കും ഉണ്ടാകുന്നത്. നമ്മുടെ നിഴൽ ബാക്ക്ഗ്രൗണ്ട് സ്ക്രീനിൽ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാകും. അതിനായി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കുറച്ച് മുന്നോട്ട് നീങ്ങി നിന്ന് നിഴൽ വരാത്ത പൊസിഷനിൽ നിന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യുക. ഗ്രീൻ സ്ക്രീൻ അല്ലെങ്കിൽ നീറ്റായിട്ടുള്ള സിംഗിൾ കളർ ചുവരിന്റെ മുന്നിൽ നിന്നും ഇതുപോലെ വീഡിയോ റെക്കോർഡ് ചെയ്തെടുക്കുക. ഈ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് മാറ്റി മറ്റൊരു ഫോട്ടോയോ വീഡിയോയോ റീപ്ലേസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. കൂടാതെ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക. മൊവാവി സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എങ്ങനെയാണ് നമുക്കൊരു വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഗ്രീൻ സ്ക്രീൻ വീഡിയോ സോഫ്റ്റ്വെയറിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്നു. ഇനി ബാക്ക്ഗ്രൗണ്ട് ആക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ഇമേജ് കൂടെ ഞാൻ ഡ്രാഗ് ചെയ്തു സോഫ്റ്റ്വെയറിലേക്ക് ആക്കി. ഇനി ഈ ഗ്രീൻ സ്ക്രീൻ വീഡിയോ ഡ്രാഗ് ചെയ്ത് ടൈം ലൈനിൽ കൊണ്ടുവന്നു. ഈ വീഡിയോയുടെ ക്ലിപ്പ് ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ആക്കാം. ഈ ക്ലിപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ളത്. ചേഞ്ച് ചെയ്ത് ഈ ഫോട്ടോ ആക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിത് ഈ ഫോട്ടോയും കൂടെ ഡ്രാഗ് ചെയ്ത് ടൈം ലൈനിൽ കൊണ്ടുവന്ന് എന്നിട്ട് ഈ ഫോട്ടോയാണ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഫോട്ടോ ജസ്റ്റ് ഒന്ന് സൂം ചെയ്യാം. എനിക്കിത് മൊത്തം വേണ്ട, അപ്പോൾ ഞാൻ കുറച്ചൊന്ന് സൂം ചെയ്യണം. അപ്പോൾ സൂം ചെയ്യാനായിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഫോട്ടോയിലും ഡബിൾ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് മോർ ടൂൾസിൽ വരിക. മോർ ടൂൾസിൽ വരുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും മെനു ഇരിക്കുന്നത്. അപ്പോൾ അന്നേരം നമ്മൾ എന്ത് ചെയ്യുക, വീഡിയോ എഡിറ്റിംഗ് എന്നുള്ള സെക്ഷൻ എക്സ്പാൻഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ഓവർലേ എന്നുള്ള സെക്ഷൻ എടുക്കുക. കുറച്ചൊന്ന് കോർണറൊക്കെ ഡ്രാഗ് ചെയ്തൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് ഒന്ന് ചെറിയൊരു രീതിയിലൊന്ന് ചെയ്യുകയാണ്. നിങ്ങൾ നല്ല രീതിയിൽ സമയമൊക്കെ എടുത്ത് ചെയ്താൽ മതി. ഇത് ക്ലിപ്പ് ഒരു ഓവർ ലെങ്ത് ആയിപ്പോവും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി ഗ്രീൻ സ്ക്രീൻ വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്ത് മുകളിലേക്ക് ഒന്ന് ഡ്രാഗ് ചെയ്യുക. ചെയ്ത് വയ്ക്കുക. ഇങ്ങനെ ഒരു എഫക്റ്റ് കിട്ടും. എന്നിട്ട് നമ്മൾ ഈ ക്ലിപ്പിൻ്റെ ലെങ്തിനനുസരിച്ച് നമ്മുടെ ഈ ഫോട്ടോ ഒന്ന് ഡ്രാഗ് ചെയ്ത് ഫുൾ ക്ലിപ്പിൻ്റെ ലെങ്ത് വരെ കൊണ്ടുവരിക. എന്നിട്ട് നമ്മുടെ ഈ ഫസ്റ്റ് ഈ ഗ്രീൻ സ്ക്രീൻ വീഡിയോ ഡബിൾ ക്ലിക്ക് ചെയ്യുക, മോർ ടൂൾസിൽ വരിക. അവിടെ നിന്ന് വീഡിയോ എഡിറ്റിംഗ് സെക്ഷനകത്ത് നിന്ന് ക്രോമാ കീ എന്നുള്ള സെക്ഷൻ എടുക്കുക. ക്രോമാ കീ എടുക്കുമ്പോൾ നമ്മുടെ മൗസ് പോയിൻ്റർ ഇങ്ങനെയാവും. അപ്പോൾ നമുക്ക് ഏത് കളറാണ് റിമൂവ് ചെയ്യേണ്ടത് അവിടെ സെലക്ട് ചെയ്യുക. ഇവിടെ ഇപ്പോൾ നമുക്ക് ഗ്രീൻ കളറാണ് മാറ്റേണ്ടത്. ഞാൻ ഗ്രീനിൽ സെലക്ട് ചെയ്തു. വീഡിയോയുടെ ഗ്രീൻ കളർ പോയിട്ടുണ്ട്. ടോളറൻസ്, നോയ്സ്, എഡ്ജസ്, ഒപ്പാസിറ്റി ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ആഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് അനുസരിച്ച് ഈ വാല്യൂസ് ഒന്ന് ചേഞ്ച് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ എനിക്കിതിപ്പോൾ ഡീഫോൾട്ട് വാല്യൂ തന്നെ എല്ലാം ഓക്കെയാണ്. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ആക്കി നോക്കാം. എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളൊരു ഫോട്ടോ ആഡ് ചെയ്യുന്ന മെത്തേഡാണ് നോക്കി. ഈ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ആക്കി മറ്റൊരു വീഡിയോ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി ഞാൻ ബാക്ക്ഗ്രൗണ്ട് ആക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വീഡിയോ ഡ്രാഗ് ചെയ്ത് സോഫ്റ്റ്വെയറിലേക്ക് കൊണ്ടുവന്നു.
ഇനി നമുക്കതെങ്ങനെയാണ് ഫ്രഷ് ആയിട്ടൊന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ഡിലീറ്റ് ചെയ്ത് കളയാണ്. ആദ്യം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വീഡിയോ ഡ്രാഗ് ചെയ്ത് ഇവിടെ ടൈം ലൈനിൽ കൊണ്ടുവന്നു. ഇനി പഴയതുപോലെ തന്നെയാണ്, നമ്മുടെ ആ ഗ്രീൻ സ്ക്രീൻ വീഡിയോ കൂടെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്നു. ഇനി ആ ഗ്രീൻ സ്ക്രീൻ വീഡിയോ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, മോർ ടൂൾസിൽ പോകുന്നു, വീഡിയോ എഡിറ്റിംഗ് സെക്ഷനിലകത്തുനിന്ന് ക്രോമാ കീ എടുക്കുന്നു. ക്രോമാ കീയിൽ നിന്ന് ആ ഗ്രീൻ കളർ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഗ്രീൻ കളർ റിമൂവ് ആകുന്നു. ഇവിടെയും നമുക്ക് ടോളറൻസ്, നോയ്സ്, എഡ്ജസ് എല്ലാം ഇതിന് ഓക്കെയാണ്. നിങ്ങളുടെ ആഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് അനുസരിച്ച് ഇതെല്ലാം ഈ വാല്യൂസൊക്കെ ചേഞ്ച് ചെയ്ത് ട്രൈ ചെയ്താൽ മതി. അപ്പോൾ ജസ്റ്റ് ഞാൻ പ്ലേ ആക്കി തരാം. ഇത്രയേ ഉള്ളൂ. ക്ലിപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പോയിട്ടുണ്ട്. വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ടുണ്ട്. അവസാനം ഒരു 2 സെക്കൻഡ് വരുമ്പോഴത്തേക്ക് ഇവിടെ ഞാനത് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ടില്ല. ബാക്ക്ഗ്രൗണ്ട് വീഡിയോ ഇവിടെ തീരുകയാണ്. അപ്പോൾ 2 സെക്കൻഡിനകത്ത് ഇവിടെ ബാക്ക്ഗ്രൗണ്ടിലൊന്നുമില്ല. അതുകൊണ്ട് വീഡിയോ ഡീഫോൾട്ടായിട്ട് ബ്ലാക്കിലേക്ക് അങ്ങ് മാറിയതാണ്. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ ലെങ്ത് ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇതല്ലാന്നുണ്ടെങ്കിൽ ഈ ക്ലിപ്പിൻ്റെ ലെങ്ത് ഡ്രാഗ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇങ്ങനെയാണ് ഒരു വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ആക്കി മറ്റൊരു വീഡിയോ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഒരു വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ആക്കി ഒരു വീഡിയോയും ഒരു ഫോട്ടോയും ഇവിടെ മിക്സ് ചെയ്ത് ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിപ്പോൾ ഞാൻ ഇതിൽ തന്നെ ട്രൈ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ മീഡിയ ബിൻ എടുത്തു. 2 സെക്കൻഡ് ഭാഗം ബാക്ക്ഗ്രൗണ്ട് ലെയർ ഇല്ല, അതാണ് ഈ കറുപ്പ്. അപ്പോൾ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു, ഈ ബാക്ക്ഗ്രൗണ്ട് ലെയർ ഒന്ന് ഡ്രാഗ് ചെയ്തു, കുറച്ചൊന്ന് കുറച്ച്. എന്നിട്ട് ഞാൻ അത്രയും ഭാഗത്ത് ഫോട്ടോ കൊണ്ട് വെച്ചു. ഇപ്പോൾ ഡ്രാഗ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ വീഡിയോയുടെ ലെങ്ത് ഈക്വലായോ എന്ന് അറിയാനായി നമ്മൾ ഈ സ്കെയിൽ എന്നുള്ള സെക്ഷനിൽ നിന്ന് സ്കെയിലെന്ന് ജസ്റ്റ് ഒന്ന് വലത്തേക്ക് ഡ്രാഗ് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക. എന്നിട്ട് ടൈം ലൈൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുന്നതാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. ഈ വീഡിയോയുടെ ലെങ്തിന് കറക്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യുക. നമുക്ക് സ്കെയിൽ നോർമലോടാക്കാം. സ്കെയിൽ അങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല. ഇനി ജസ്റ്റ് ഞാൻ ഇവിടെ വെച്ചൊന്ന് പ്ലേ ആയി കാണിച്ചു തരാം. വീഡിയോ മാറിയൊരു ഫോട്ടോ വന്നിട്ടുണ്ട്. ഇതുപോലെയാണ് ഒരു വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് മാറ്റി മറ്റൊരു വീഡിയോ ഫോട്ടോ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ സേവ് ചെയ്യാനായിട്ട് നമ്മൾ എക്സ്പോർട്ടിൽ വരിക. എക്സ്പോർട്ട് വന്നിട്ട് എക്സ്പോർട്ട് വീഡിയോ എടുക്കുക. എക്സ്പോർട്ട് വീഡിയോ എടുത്തിട്ട് ഇവിടെ ഏത് ഫോർമാറ്റിലാണോ വേണ്ടതെന്ന് നോക്കുക. ഇവിടെ ഡീഫോൾട്ട് MP4 ആണ് ഇരിക്കുന്നത്. ഞാൻ MP4 എന്ന് ചൂസ് ചെയ്യുകയാണ്. ക്വാളിറ്റി ഹൈസ്റ്റ് കൊടുക്കുക. ടൈറ്റിൽ നമ്മുടെ ഇതിനൊരു ഈ സേവ് ആകുന്ന വീഡിയോയ്ക്ക് ഒരു പേര് കൊടുക്കാം നമുക്ക്. ഞാൻ ഡീഫോൾട്ടായിട്ട് ന്യൂ പ്രൊജക്റ്റ് എന്ന് വരും. നമുക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കാം. കമ്പ്യൂട്ടറിൽ എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്ന് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇനി സ്റ്റാർട്ട് കൊടുക്കുക. സ്റ്റാർട്ട് കൊടുക്കുമ്പോൾ ഈ വീഡിയോ എക്സ്പോർട്ടായി ഒരു വീഡിയോ ക്ലിപ്പായി നമ്മുടെ കമ്പ്യൂട്ടറിൽ സേവ് ആവും. Movavi Video Editor Plusൻ്റെ മറ്റൊരു ട്യൂട്ടോറിയൽ വീഡിയോസ് ഉടനെ തന്നെ ഞാൻ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻ്റ് അയച്ചു ചോദിക്കുക. ഞാൻ ഉടനെ തന്നെ റിപ്ലൈ നൽകുന്നതായിരിക്കും.